ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ പരിശുദ്ധമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനും നമ്മളെ തന്നെ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുന്നതിനുമുള്ള ഒരു കാലഘട്ടമാണല്ലോ ഈ നോമ്പിൻ്റെ കാലഘട്ടം. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കുറച്ചുകൂടെ നന്നായി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു വചനഭാഗമാണ്. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെപ്പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. ഈ വചനഭാഗം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കടന്നു വരുന്ന, നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന കുറച്ച് പാപത്തിൻ്റെ മേഖലകളെക്കുറിച്ചാണ് പറയുന്നത്. നീതിയുടെ മാർഗത്തിൽ ചരിക്കുക, സത്യം സംസാരിക്കുക, തെറ്റ് കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുക, മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുക, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുക, ഇങ്ങനെയുള്ള ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചില പാപത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുകയാണെങ്കിൽ, കള്ളം പറയാതെയും നീതിയോടെ ജീവിക്കുകയും സത്യം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ദൈവാനുഗ്രഹത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, നമ്മൾ വായിച്ചതുപോലെ അവൻ്റെ സ്ഥാനം ഉന്നതങ്ങളിലാണ്. ഉന്നതങ്ങളിൽ എന്ന് നമ്മളെപ്പോഴും പറയുന്നത് കർത്താവിനോടൊപ്പമാണ്. അവൻ ഭൂമിയിൽ ജീവിച്ചാൽ പോലും അവൻ്റെ സ്ഥാനം ദൈവത്തോടൊപ്പമാണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും മുടക്കമുണ്ടാകില്ല എന്നതാണ്. ഏറ്റവും പ്രധാനമായും വചനം പറയുന്നത് ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. നമുക്കറിയാം, ശില എന്നത് പറയുന്നത് ഒരു പാറയാണ്, ഒരു കല്ലാണ്. അപ്പോൾ ആ മനുഷ്യനെ തകർക്കാൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു പിശാചിനോ ഒരു പൈശാചികതയ്ക്കോ ഒരു തിന്മയ്ക്കോ പ്രത്യേകിച്ച് മനുഷ്യനോ സാധിക്കുകയില്ല എന്നതാണ് വചനത്തിലൂടെ കൃത്യമായി വചനം നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഏറ്റവും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആവശ്യ ഘടകമായ ആഹാരത്തെയും വെള്ളത്തെയും കുറിച്ചൊക്കെ പറയുന്നത്, അത് ഒരുപക്ഷെ ഒരു പ്രതീകമായി പറയുന്നുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും അവൻ്റെ ജീവൻ നിലനിർത്തുന്നതിനകത്ത് ഒരു കുറവും ദൈവം വരുത്തില്ല എന്നുള്ളതാണ് വചനഭാഗത്തിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വചനഭാഗങ്ങളിലൂടെ എല്ലാം കർത്താവ് കൃത്യമായും ഈ നോമ്പ് കാലത്ത് ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ജീവിക്കേണ്ട ഒരു ജീവിത മാർഗമായി കർത്താവ് തരുന്നത്, കൃത്യമായി നമ്മൾ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ വിശുദ്ധി പാലിക്കുന്ന മനുഷ്യരാണെങ്കിൽ ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വചനം നമ്മളോട് പറയുന്നത്. അവൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഒരു കുറവും, അവൻ ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിലായിക്കോട്ടെ, അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിലായിക്കോട്ടെ, ഒരു കുറവും അവന് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വരുന്ന പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന്, ഞാൻ അത് ചെയ്യില്ല, ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം നശിക്കും എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പാപത്തെ പാടെ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സും ഹൃദയവും ഉള്ള മനുഷ്യരായി ജീവിക്കുമ്പോഴാണ് ഉന്നതങ്ങളിൽ വസിക്കുന്ന, ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒരു മനുഷ്യനായി നാം മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.